ഹേയ് ഹലോ, അങ്ങനത്തെ 15 ദിവസത്തിന് ശേഷം ഉമ്മവും ബാപ്പയും ഉമ്രയിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ദിവസം പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഉറുബൈന്ന് വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. അതുമല്ല ഫസ്റ്റ് 2-3 പെട്ടി സൈഡിൽ പൊട്ടിച്ചിന്. എന്തുമില്ല അതിൽ നമ്മൾ ഈത്തപ്പായും സ്വന്തം വെള്ളം അങ്ങനത്തെ എല്ലാ കാര്യം അപ്പോൾ വന്നാക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഫസ്റ്റേ പൊട്ടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ഇതെന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ മുസല്ല കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഉമ്രയിൽ നിന്ന് കൊണ്ട പെട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം കൂടുതലും മുസല്ലയും തസ്ബീഹയും നിസ്കാരോപ്പായും സംസം വെള്ളം ഈത്തപ്പായും ഇങ്ങനത്തെ എല്ലാം കൂടുതലുണ്ടാവും. ഈ ലാസ്റ്റ് കാണിച്ച 2 മുസല്ലയിൽ ആടിന് പേര് എഴുതിപ്പിച്ചിട്ട് കൊണ്ടുവന്നെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആയത് ഈ മുസല്ലയാണ്. നല്ലൊരു ബേറന്നെ ഒരു ഷേപ്പിലായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതും മുസല്ലക്കര മുഞ്ചു കൂടി പോയെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ചെയിൽ നോക്കിയിട്ട് നിൽക്കും. നിസ്കാരത്തിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റും. അതുകൊണ്ട് നമ്മൾ കൂടുതലും പ്ലെയിൻ മുസല്ലയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. ഒരു പിള്ളേർക്കെല്ലാം പർദ്ദയും ഹിജാബും വള മാല ചെരുപ്പ് അങ്ങനത്തെ എന്തെല്ലോ സാധനം കൊണ്ടുവന്നിനി. പിള്ളേർക്കെല്ലാം ദുബൈന്ന് ഒന്നാക്കിയാണ്. കാരണം ഓർക്ക് ആരെവിടെ പോയെങ്കിലും എന്ത് കൊണ്ടുവരും എന്നുള്ളതല്ലേ ക്യൂരിയോസിറ്റി. അപ്പോൾ ഇത്ര തന്നെ ഉമ്രയിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ കൊണ്ടുവരാൻ നോക്കുന്നത് സംസം വെള്ളം ഈത്തപ്പായം അങ്ങനത്തെ എല്ലാമാണ്. അതെല്ലാം അടുത്ത മരുന്നല്ലേ. അപ്പോൾ അതെല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ ലഗേജെല്ലാം ഫുള്ളായിന്. കുറേ സംസം വെള്ളത്തിൻ്റെ കുപ്പിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയായിട്ട് ഓരോ ആടുന്ന എയർപോർട്ടിൽ നിന്ന് തന്നെ കുളിച്ചിട്ട് തീർത്തേന്ന് തോന്നുന്നു. അജുവ ഈത്തപ്പായും അതിൽ നമുക്ക് കാര്യമായ മരുന്നാണ്. നമുക്ക് എന്തെങ്കിലും അസുഖമെല്ലാം ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കെല്ലാം നല്ല മരുന്നാണ്. ഇനിയിപ്പോൾ ഈനെല്ലാം ഓതിച്ചിട്ട് കൊടുക്കാറുണ്ട്. സംസം വെള്ളം ഇങ്ങനത്തെ ചെറിയ ചെറിയ കുപ്പിയാക്കിയിട്ട് സംസം വെള്ളം ഈത്തപ്പായ അക്കുടിക്കാർക്കും വന്ന കുടുംബക്കാർക്കെല്ലാം കൊടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.